नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 10 के इकाई 2 आम कलाम के बहाने के ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് കरेंगे। ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ചാപ്റ്റർ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാകും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുപഠിക്കണം. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. ആദ്യം നമ്മൾക്ക് അതിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹമാരാ സൗദാ था खेल घंटी में खाने की अदला बदली का. इस तरह की अदला बदली से हम क्या समझते हैं? അവർ തമ്മിൽ എന്തായിരുന്നു ഡീൽ? സോദ എന്ന് പറഞ്ഞാൽ ഡീല്, ഖേൽ ഘണ്ടി എന്ന് പറഞ്ഞാൽ ഗെയിംസോ അല്ലെങ്കിൽ PT പീരീഡിൽ ഫുഡ് കൈമാറ്റം ചെയ്യണം. ഖാന എന്ന് പറഞ്ഞാൽ ഫുഡ്, ആഹാരം. അദല ബദലി എന്ന് പറഞ്ഞാൽ കൈമാറ്റം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കൈമാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? इस कहानी में अदला बदली वाक्य में हमें बच्चों की मासूमियत और भोलापन नज़र आती है. उनके दोस्ती में अमीरी गरीबी, ऊंच नीच जैसा कोई भेदभाव नहीं. उनका दिल साफ होता है और सिर्फ प्रेम की भाषा जानते हैं. എന്താ പറയുന്നത്? ഈ സ്റ്റോറിയിൽ അദല ബദലി, കൈമാറ്റം എന്ന വാക്കിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ബച്ചോं की മാസൂമിയത്ത് और ഭോലാപ്പൻ നസർ ആത്തി ഹെ. കുട്ടികളുടെ ആ ഒരു നിഷ്കളങ്കത, മാസൂമിയത്തും ഭോലാപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ നിഷ്കളങ്കത തന്നെയാണ്. നമ്മൾക്കതാണ് അതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഉൻകെ ദോസ്തി മേ അമീരി ഗരീബി, ഊഞ്ച് നീച്ച് ജൈസ കോയി ഭേദ്ഭാവ് നെയ്. അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ അമീരി ഗരീബി എന്ന് പറഞ്ഞാൽ പൈസക്കാരനോ അല്ലെങ്കിൽ ദരിദ്രനോ. അമീർ എന്ന് പറഞ്ഞാൽ പൈസക്കാരൻ, പണക്കാരൻ. ഗരീബ് എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. ഊഞ്ച് നീച്ച് എന്ന് പറഞ്ഞാൽ ഹയർ കാസ്റ്റോ ലോവർ കാസ്റ്റോ, അങ്ങനത്തെ ഒരു ഡിഫറൻസ് അവർ കാണുന്നില്ല. ഭേദ്ഭാവ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് അവർ ചെയ്യുന്നില്ല. ഉൻക്കതിൽ സാഫ് ഹോത്താ ഹെ. അവരുടെ മനസ്സ് എന്താണ്? ഭയങ്കര നിഷ്കളങ്കമായ കുട്ടികളല്ല, അവരുടെ മനസ്സ് ഭയങ്കര ശുദ്ധമാണ്. और सिर्फ प्रेम की भाषा जानते हैं. അവർക്ക് പ്രേമത്തിൻ്റെ ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ അറിയുകയുള്ളൂ. അടുത്ത ചോദ്യം. रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता था. ऐसा क्यों कहा गया है? സൺഡേ ഉള്ളൊരു ഹോളിഡേ കിട്ടിയിരുന്നില്ല. രവിവാർ എന്ന് പറഞ്ഞാൽ സൺഡേ, ചുട്ടി എന്ന് പറഞ്ഞാൽ ഹോളിഡേ. ആ ദിവസം അവരുടെ ആ ഒരു ആഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിട്ടാണ് അവർക്ക് കണക്കാക്കിയിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ച. മോർപാലിന് നമ്മൾക്കറിയാം. മോർപാൽ എന്തായിരുന്നു? ഭയങ്കര ദരിദ്രനായിരുന്നു. ആൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഭയങ്കര കഠിനാധ്വാനമൊക്കെ ചെയ്യണം. അപ്പോൾ ഈ സ്കൂളിൽ വരുമ്പോഴാണ് ആ കുട്ടിയായിട്ടുള്ളൊരു ഫീലിംഗ് തോന്നുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളവരുടെ കേസ് അങ്ങനെ തന്നെ ആവണം എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലേ? മോർപാൽ ജैसे कई बच्चे बहुत गरीब होंगे. घर पर उन्हें कमर तोड़ मेहनत करनी पड़ती है. स्कूल में आकर ही थोड़ा आराम मिलता होगा. स्कूल में आकर पढ़ाई कर कर अपने जीवन को वह और भी बेहतर बनाना चाहते होंगे. इसलिए उन्हें रविवार का दिन हफ्ते का सबसे बुरा दिन लगता है. മോർപാൽ ജैसे कई बच्चे बहुत गरीब होंगे. മോർപാൽ പോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളും വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നാകും. घर पर उन्हें कमरतोड़ मेहनत करनी पड़ती है. വീട്ടിലവർക്ക് എങ്ങനെയാണ്? കഠിനാധ്വാനം. കമർത്തോട് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം അവർക്ക് അവിടെ ചെയ്യണം. സ്കൂൾ മേ ആക്കർ ഹി തോടാ ആറാം മിൽത്താ ഹെ. സ്കൂളിൽ വന്നാൽ മാത്രമേ അവർക്ക് കുറച്ചൊരു റെസ്റ്റ് കിട്ടുള്ളൂ. ആരാം എന്ന് പറഞ്ഞാൽ വിശ്രമം, റെസ്റ്റ് കിട്ടുന്നുള്ളൂ. स्कूल में आकर पढ़ाई कर कर अपने जीवन को वह और भी बेहतर बनाना चाहते होंगे. വേറെ പോസിബിലിറ്റി എന്താണ്? സ്കൂളിൽ വന്ന് പഠിച്ചിട്ട് അവരവരുടെ ജീവിതം കുറച്ചും കൂടി ബെറ്ററാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ബെഹത്തർ എന്ന് പറഞ്ഞാൽ ബെറ്റർ. इसलिए उन्हें रविवार का दिन हफ्ते का सबसे बुरा दिन लगता है. അതുകൊണ്ടാണ് അവർക്ക് സൺഡേ എന്ന ദിവസം ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ദിവസമായിട്ട് അവർക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യം. बाकी 99 कहानी को भूलना नहीं चाहिए जो हमारे बचपनों में है. लेखक ने ऐसा क्यों कहा है? ബാക്കി 99 എന്ന് പറഞ്ഞാൽ 99 കഹാനി സ്റ്റോറീസ്. അപ്പോൾ ബാക്കിയുള്ള 99 സ്റ്റോറീസ് നമ്മൾ മറക്കാൻ പാടുകയില്ല.
ഭൂൽന नहीं चाहिए എന്ന് പറഞ്ഞാൽ മറക്കാൻ പാടുകയില്ല. जो हमारे बचपनों में है, നമ്മുടെ കുട്ടിക്കാലത്തുള്ള സ്റ്റോറീസ്. ലേഖക് ने ऐसा क्यों कहा है? എന്തുകൊണ്ടാണ് റൈറ്റർ അങ്ങനെ പറയുന്നത്? लेखक का कहना है जिस तरह इस कहानी में कलाम अपनी मंजिल तक पहुंच जाते हैं, वैसे उसके कहानी में मोरपाल नहीं पहुंच पाता. उसे अपने सपनों को भूलकर अपने पिताजी के मार्ग पर ही चलना पड़ता है. सभी कहानियों का अंत एक समान नहीं होता. बहुत से बच्चे आज भी मोरपाल जैसे अपने सपनों को भूल कष्ट भरा जीवन व्यतीत कर रहे हैं. എന്താണ് അപ്പോൾ ഇതിൽ പറയുന്നത്? लेखक का कहना है जिस तरह इस कहानी में कलाम अपनी मंजिल तक पहुंच जाता है. ലേഖക് പറയുകയാണ്, നമ്മുടെ റൈറ്റർ, ഈ സ്റ്റോറിയിൽ കലാമിൻ്റെ ലക്ഷ്യം, മൻസിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. വൈസെ ഉസ്കി കഹാനി മേ മോർപാൽ നഹി പहुंच പാത്ത. പക്ഷേ ആളുടെ കഥയിൽ മോർപാലിനെ അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഉസെ അപ്നെ സപ്നോ കോ ഭൂൽക്കർ, ആളുടെ സ്വപ്നങ്ങളെ മറന്നിട്ട്, ഭൂൽക്കർ എന്ന് പറഞ്ഞാൽ മറന്നിട്ട്, അപ്നെ പിതാജിക്ക് മാർഗ് പർ ഹി ചലന പड़ता है, ആളുടെ അച്ഛൻ്റെ വഴിയിൽ തന്നെ, ആ മാർഗത്തിൽ തന്നെ ആ കുട്ടിക്ക് പോകേണ്ടി വരുന്നു. സബി കഹാനിയോ കാ അന്ത് ഏക് സമാൻ നഹി ഹോത്ത, എല്ലാ സ്റ്റോറിയുടെയും എൻഡിങ് ഒരുപോലെ ആകണം എന്നില്ല. ഏക് സമാൻ എന്ന് പറഞ്ഞാൽ ഒരുപോലെ, അന്ത് എന്ന് പറഞ്ഞാൽ അവസാനം. ബഹുത് സെ ബच्चे ആജ് ഭി മോർപാൽ ജൈസെ, കുറേ കുട്ടികൾ ഇന്നുണ്ട് മോർപാലിനെ പോലെ തന്നെ, അപ്നെ സപ്നോ കോ ഭൂൽ കഷ്ട് ഭര ജീവൻ വ്യതീത് കർ രഹേ ഹൈ, സ്വന്തം സ്വപ്നങ്ങളെ മറന്ന്, ഭൂൽ എന്ന് പറഞ്ഞാൽ മറന്ന്, കഷ്ടഭര ജീവൻ ഭയങ്കര കഷ്ടം, പ്രയാസമുള്ള ജീവിതം ഇപ്പോഴും ജീവിച്ചു പോകുന്നുണ്ട് എന്നാണ് നമ്മുടെ ഇവിടുത്തെ റൈറ്റർ പറയുന്നത്. അടുത്ത ചോദ്യം, ലേക്കിൻ छोटू सिर्फ छोटू होकर नहीं जीना चाहता था, इससे आपने क्या समझा? നമ്മുടെ मैं हूं कलाम എന്ന മൂവിയിലത്തെ കഥാപാത്രം ചോട്ടു ആയിട്ട് മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ലൈനിൽ നിന്ന്? छोटू खुद को चाय की दुकान की नौकरी तक सीमित नहीं रखना चाहता था, वह अच्छे स्कूल से शिक्षा प्राप्त करना चाहता था, वह राष्ट्रपति कलाम जैसे बनना चाहता था. इस वजह से उसने अपना नाम भी कलाम रख लिया था. गांव के बाकी सभी बच्चे जिन्हें छोटू बुलाया जाता था, वह उनमें एक बनकर नहीं रहना चाहता था. उसको अपने जीवन में एक लक्ष्य था. छोटू खुद को चाय की दुकान की नौकरी तक सीमित नहीं रखना चाहता था. छोटू എന്താണ് ആ ചായക്കടയിലത്തെ ഒരു ജോലിയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ചിരുന്നില്ല. സീമിത് എന്ന് പറഞ്ഞാൽ ഒതുങ്ങിക്കൂടുക. വ അച്ഛേ സ്കൂൾ മേ ശിക്ഷ പ്രാപ്ത് കർണ ചാഹത്താ താ, ആ കുട്ടിയുടെ എന്തായിരുന്നു ആഗ്രഹം? നല്ലൊരു സ്കൂളിൽ പോയിട്ട് എഡ്യൂക്കേഷൻ നേടണം എന്നായിരുന്നു. ശിക്ഷ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, പ്രാപ്ത് കർണ എന്ന് പറഞ്ഞാൽ നേടണം. വ രാഷ്ട്രപതി കലാം ജൈസ ബന്ന ചാഹത്താ താ, ആരെ പോലെ ആവണം എന്നായിരുന്നു ആൾക്ക് ആഗ്രഹം? രാഷ്ട്രപതി കലാമിനെ പോലെ ആകാനായിരുന്നു, അങ്ങനെ ആകണം എന്നായിരുന്നു ആൾ ആഗ്രഹിച്ചിരുന്നു. ഇസ് വജഹ സെ ഉസ്നെ അപ്നാ നാം ഭി കലാം റഖ് ലിയ താ, അതുകൊണ്ട് എന്താ കുട്ടി ചെയ്ത്? കുട്ടിയുടെ പേര് തന്നെ കലാം എന്ന പേരിൽ ആ കുട്ടിയുടെ പേര് തന്നെ ആ കുട്ടി മാറ്റി സ്വയം. गांव के बाकी सभी बच्चे जिन्हें छोटू बुलाया जाता था, നാട്ടിലെ ബാക്കി എല്ലാ കുട്ടികളും, ചോട്ടു എന്ന പേരിൽ അറിയപ്പെടുന്ന ബാക്കി എല്ലാ കുട്ടികളും, വ ഉന്മേ ഏക് ബൻകർ നഹീ രഹന ചാഹത്താ താ, ഈ ചോട്ടു എന്തായിരുന്നു? ആ ഒരു ചോട്ടു, അങ്ങനെ ഒരു ചോട്ടു എന്ന പേരിൽ മാത്രം അറിയപ്പെടാൻ അല്ലെങ്കിൽ അവരിൽ ഒതുങ്ങിക്കൂടാൻ ആ കുട്ടി ആഗ്രഹിച്ചിരുന്നില്ല. ഉസ്കോ അപ്നെ ജീവൻ മേ ഏക് ലക്ഷ്യ താ, ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. लास्ट क्वेश्चन, लेकिन कलाम फिर कलाम है, ലേഖക് के इस प्रस्ताव पर चर्चा करें. കലാം തന്നെയാണ്. ലേഖക് ഈ പറയുന്ന ഒരു സെൻറ്റൻസിൻ്റെ മുകളിൽ ഒരു ചർച്ച ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ലേഖക് ഇങ്ങനെ പറയാൻ കാരണം? कलाम एक सच्चा दोस्त और ईमानदार बालक है. राणा जी के और उसके कारिंदों के उस पर चोरी का इल्ज़ाम लगाने पर भी वह इल्ज़ाम को सह जाता है और अपनी दोस्ती का प्रण नहीं
छोड़ता. अपने दोस्त रणविजय को सजा से बचाने के लिए वह ऐसा करता है. എന്താ പറയുന്നത്? കലാം एक सच्चा दोस्त और ईमानदार बालक है. കലാം ഒരു സത്യസന്ധമായ ഒരു ഫ്രണ്ടും ഒരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. സച്ച എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ दोस्त, फ्रेंड, ईमानदार, ऑनेस्ट, बालक, कुट्टी. रणविजय के राणा जी के और उसके कारिंदों के उस पर चोरी का इल्ज़ाम लगाने पर भी റാണാജിയും ആളുടെ വർക്കേഴ്സും, കാരിന്ദ എന്ന് പറഞ്ഞ വർക്കേഴ്സ്, അവരെന്തായിരുന്നു? മോഷണക്കുറ്റത്തിനാണ് ആ കുട്ടിയുടെ മുന്നിൽ ആരോപിച്ചത്. അങ്ങനെ ചെയ്തിട്ട് പോലും വഹ് ഇൽസാം കോ സഹജാത്ത ഹെ, ആ കുട്ടി ആ ആരോപണം ഏൽക്കുന്നു. എന്തിനാണ് ഏൽക്കുന്നത്? और अपनी दोस्ती का प्रण नहीं तोड़ता. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു തമ്മിലുള്ള ഒരു പ്രോമിസ്, കമ്മിറ്റ്മെൻറ്റ്, ആ കുട്ടി അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇരിക്കും, അത് നശിപ്പിക്കില്ല. अपने दोस्त रणविजय को सजा से बचाने के लिए वो ऐसा करता है. എന്തിനായിരുന്നു കലാം അങ്ങനെ ചെയ്തത്? ആ കുട്ടിയുടെ ഫ്രണ്ട് റൺവിജയനെ പണിഷ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ കുട്ടി അങ്ങനെ ചെയ്തത്. സസ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ്. കാരണം അറിയാം, റാണാജി അറിയുകയാണെങ്കിൽ ഇവർ തമ്മിൽ രണ്ടാളും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ रणവിജയനും പണിഷ് ചെയ്യുന്ന ആ കുട്ടിക്ക് അറിയാമായിരുന്നു. ആർക്ക്? കലാമിന് അറിയാമായിരുന്നു. അത് കാരണമാണ് കലാം ഒന്നും പറയാണ്ട് ആ കുറ്റങ്ങളൊക്കെ ഏൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിഖേ പ്രത്യേക പാത്ര ക്യാ കർത്താ था. ഇതിൽ 2 ക്യാരക്ടേഴ്സാണ് കാണിച്ചിട്ടുള്ളത്. പാത്ര എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ്? മോർപാൽ, മിഹിർ. അവരെന്താണ് ചെയ്തിരുന്നത്? അതിൽ അവർ റൈറ്റ് സൈഡിൽ കുറച്ച് പോയിൻറ്റ്സ്, സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ആരാ എന്താ ചെയ്തിരുന്നത് അതാണ് നമ്മൾ എഴുതേണ്ടത്. മോർപാൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? രാജ്മ ദേഖ്തേ ഹി ഖുഷ് ഹോത്താ था. രാജ്മ കാണുമ്പോഴേക്കും ഭയങ്കര അധികം സന്തോഷിച്ചിരുന്നു. രാജ്മ എന്താണ്? നമ്മുടെ കിഡ്നി ബീൻസ്. ഇത് ശരിക്കും നോർത്തിലെ ഒരു ഫേവറേറ്റ് ഫുഡാണ് രാജ്മ ചാവൽ. അപ്പോൾ രാജ്മ കാണുമ്പോഴേക്കും ഭയങ്കര അധികം സന്തോഷമായിരുന്നു. സ്കൂൾ സെ ബഹുത് ദൂർ രഹത്താ था. സ്കൂളിൽ നിന്ന് വളരെയധികം ദൂരെയായിരുന്നു താമസിച്ചിരുന്നത്. എത്രയായിരുന്നു? 15 കിലോമീറ്റേഴ്സ് അകലെ. സൈക്കിൾ ഓടിച്ചിട്ടല്ലേ വന്നിരുന്നത്. ഛാജ് കാ ഡിബ്ബ ലാത്താ था. എന്തിൻ്റെ ലഞ്ചിൽ എന്താ കൊണ്ടുവന്നിരുന്നത്? ഛാജ് കാ ഡിബ്ബ എന്ന് പറഞ്ഞാൽ മോര് കൊണ്ടുവന്നിരുന്നത്. അടുത്ത ക്യാരക്ടർ മിഹിർ. മിഹിറിൻ്റെ എന്തായിരുന്നു? ഘർ സെ രാജ്മ ലാത്താ था. മിഹിറാണ് രാജ്മ കൊണ്ടുവന്നിരുന്നത് വീട്ടിൽ നിന്ന്. അടുത്തത് കീംതി കപ്പടെ ഖരീദാ था. പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സാണ് വാങ്ങിച്ചിരുന്നത്. കീംതി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ്, കപ്പടെ തുണി, ഖരീദ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക. അടുത്ത ചോദ്യം, സംബന്ധ് പെഹചാനെ ലേഖ് സെ ഉചിത് ശബ്ദ് ചുൻകർ റിക്ത് സ്ഥാൻ കി പൂർത്തി കരെ. ഇതിൽ ഒരു ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡിൽ എന്താണ്? ബ്ലാങ്ക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൽ ചാപ്റ്ററിൽ നിന്ന് അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണക്ട് ചെയ്തിട്ട് അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതാനാണ് പറയുന്നത്. ആൻസർ നോക്കാം. സിനിമ കാ നാം എന്തായിരുന്നു? ഇതിൽ സിനിമയുടെ പേര് അവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഐ ആം കലാം. ഫിലിം നിർദ്ദേശക്, ഫിലിം സംവിധായകൻ ആരായിരുന്നു? നീൽ മാധവ് പാണ്ഡ. ഫിലിം കാ നായക്, ആം കലാമിലത്തെ ഫിലിമിലത്തെ ആ ഹീറോ ആരായിരുന്നു? ആ ചെറിയ കുട്ടിയായിരുന്നില്ലേ നായകൻ? ഛോട്ടു. മിഹിർ കെ മിത്ര കാ നാം, മിഹിറിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് മോർപാൽ. ഛോട്ടു കാ മിത്ര, ഛോട്ടുവിൻ്റെ ഫ്രണ്ട് ആരായിരുന്നു? മിത്ര എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. रणविजय. സമീക്ഷ കാ ലേഖക്, ഈ മെഹു കലാം കെ ബഹാനെ എഴുതിയിട്ടുള്ള ലേഖക് റൈറ്ററിൻ്റെ പേരെന്താണ്? മിഹിർ പാണ്ഡെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംബന്ധ് പെഹചാൻ കർ സഹി മിലാൻ കരെ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ആദ്യത്തെ 3 ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളാണ്. നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഫുൾ മാർക്സും സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസാണ് അതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, റോസ് സ്കൂൾ ജാന. റോസ് സ്കൂൾ ജാന മിഹിർ കോ പസന്ദ് നഹീ താ. എന്നും സ്കൂളിൽ പോകുന്നത് മിഹിറിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. പസന്ദ് നഹീ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഷാദി മേ ഭി മോർപാൽ, കല്യാണത്തിനും മോർപാൽ എന്താ ചെയ്തിരുന്നത്? യൂണിഫോം പെഹൻ കറാത്താ താ. ആ കുട്ടി യൂണിഫോം ഇട്ടിട്ടാണ് കല്യാണത്തിന് പോലും പോയിരുന്നത്. മിഹിർ കാ മിത്ര മോർപാൽ റോസ് സ്കൂൾ ആത്താ താ. മിഹിറിൻ്റെ ഫ്രണ്ട് മോർപാൽ എന്തായിരുന്നു? ഡെയിലി സ്കൂളിലേക്ക് വന്നിരുന്നു. രവിവാർ കി ഛുട്ടി, സൺഡേ ലീവ് എന്തായിരുന്നു? സൺഡേ ലീവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോർപാൽ കോ പസന്ദ് നഹീ താ. മോർപാലിന് ഇഷ്ടമുണ്ടായിരുന്നില്ല.
സ്കൂൾ की छुट्टी मिलने पर സ്കൂളിൽ അവധിയാണെന്ന് ഡിക്ലെയർ ചെയ്യുമ്പം ആരാണ് സന്തോഷിച്ചിരുന്നത്? ലേഖക് ഘർ പർ ഖുഷി മനാത്ത ഥാ. നമ്മുടെ പോയറ്റ് റൈറ്റർ വീട്ടിലിരുന്ന് ആഘോഷിച്ചിരുന്നു. അടുത്ത ചോദ്യം. यह प्रसंग पढ़ें, मिहिर और मोरपाल के जीवन अनुभवों के आधार पर टिप्पणी लिखें. താഴെ ഒരു പാര പോലെ തന്നിട്ടുണ്ട്, അത് വായിക്കണം. അതിൻ്റെ ബേസിസിൽ മോർപാലിൻ്റെയും മിഹിറിൻ്റെയും ജീവിത അനുഭവങ്ങളാണ് നമ്മൾക്കൊരു കമൻറ്റ് പോലെ എഴുതേണ്ടത്. അവരുടെ രണ്ടാളുടെയും ജീവിത സാഹചര്യങ്ങൾ വളരെയധികം ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് അവരുടെ ഭാവി എങ്ങനെയാണ് അതിൽ എഫക്റ്റ് ആവുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സാഹചര്യം വെച്ചിട്ടുള്ള അവരുടെ ഒരു ജീവിതാനുഭവമാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് നോക്കാം. जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സമയമായിരുന്നു. ആ സമയം തന്നെയായിരുന്നു മോർപാലിന് ആളുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സമയം. അപ്പോൾ എന്താണ് ഇതിൽ? ഒരാൾക്ക് ആ ഒരു സമയമാണ് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയം, പക്ഷെ മറ്റൊരു കുട്ടിക്ക് ആ ഒരു സമയമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു അനുഭവം. ആൻസർ നോക്കാം. प्रस्तुत वाक्यों द्वारा लेखक लोगों के जीवन के प्रत्येक स्थितियों अथवा असमानताओं के बारे में बताना चाहते हैं. प्रस्तुत वाक्यों से ആ ഒരു പാരഗ്രാഫിൽ നിന്ന് എന്താണ് നമ്മുടെ റൈറ്റർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നത്? ഓരോരുത്തരുടെ ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, അതിൻ്റെ ബേസിസിൽ അതാണ് അതിൽ വരുന്ന അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ഫുൾ ലൈഫ് നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറി മറിയുന്നില്ലേ. അപ്പോൾ ആ ഒരു അനുഭവമാണ് ഇവിടെ ലേഖക് നമ്മുടെ റൈറ്റർ പറഞ്ഞുതരാൻ ട്രൈ ചെയ്യുന്നത്. मोरपाल बहुत गरीब था और उसे अपने पिताजी के साथ खेती मजदूरी कर കമർത്തോട് മെഹനത്ത് കർണി പടുത്തി थी. മോർപാൽ എന്തായിരുന്നു? ഭയങ്കര പാവപ്പെട്ട വീട്ടിലായിരുന്നു. ഗരീബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദരിദ്രനായിരുന്നു. और उसे अपने पिताजी के साथ खेती मजदूरी कर കമർത്തോട് മെഹനത്ത് കർണി പടുത്തി थी. ആ കുട്ടിക്ക് എന്താണ്? സ്വന്തം അച്ഛൻ്റെ കൂടെ കൃഷിയൊക്കെ ചെയ്ത് ഭയങ്കര കഠിനാധ്വാനം, കമർത്തോട് മെഹനത്ത് ഉദ്ദേശിക്കുന്നത് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിരുന്നു. और स्कूल में जाना या उधर समय बिताना सबसे ज़्यादा पसंद था. उसे स्कूल में जाना എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് സ്കൂളിൽ പോകാനും ഉധർ സമയ ബിത്താന അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും സബ്സെ ज़्यादा पसंद था, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. बस वही एक समय था जब वो थोड़ा आराम कर सकता था. ആ ഒരു കുറച്ച് സമയം മാത്രമായിരുന്നു ആ കുട്ടിക്ക് കുറച്ച് വിശ്രമിക്കാൻ പറ്റുന്ന സമയം. थोड़ा आराम എന്ന് പറഞ്ഞാൽ കുറച്ച് വിശ്രമിക്കുക. या वह एक बच्चा बना रह सकता था, അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് ജീവിക്കാൻ പറ്റാവുന്ന ആ ഒരു കുറച്ച് സമയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. वह हर दिन स्कूल में 15 किलोमीटर साइकिल चलाकर आता था. സ്കൂളിലേക്ക് എല്ലാ ദിവസവും 15 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചിട്ടാണ് ആ കുട്ടി വന്നിരുന്നത്. बारिश होने पर भी वह बिना नागा स्कूल चला आता था. മഴക്കാലമാണെങ്കിലും മഴ പെയ്യുകയാണെങ്കിലും ആ കുട്ടി ഒരു ആബ്സെൻസും ഇല്ലാണ്ട് സ്കൂളിലേക്ക് വന്നിരുന്നു. ബിന നാഗ എന്ന് പറഞ്ഞാൽ വിതൗട്ട് ആബ്സെൻസ്. അപ്പന ഛാച്ച് വ ബിന ഛൽക്കായി ലേക്കർ ആതാ ഥാ. അതെന്താ എന്നും കൊണ്ടുവന്നത്? എന്തായിരുന്നു? മോര്. ആ ഒരു 15 കിലോമീറ്റർ ഒന്ന് തുളുമ്പാണ്ടാണ് ആ കുട്ടി ആ മോര് കൊണ്ടുവന്നിരുന്നത്. और अपने दोस्त मिहिर को देता. എന്നിട്ട് അത് ആർക്കാ കൊടുക്കുക? സ്വന്തം ഫ്രണ്ട് മിഹിറിന് കൊടുക്കും. और बड़े ही खुशी से मिहिर के राजमा चावल खा जाता. വളരെ സന്തോഷത്തോടു കൂടി മിഹിറിൻ്റെ രാജ്മാ ചാവലും ആ കുട്ടി എടുത്ത് കഴിക്കും. उसको रविवार का दिन हफ्ते का सबसे बुरा दिन लगता था. സൺഡേയിലത്തെ ദിവസം, രവിവാർ എന്ന് പറഞ്ഞാൽ സൺഡേ ദിവസം ആ ആഴ്ചയിലെ, ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ചയിലെ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ദിവസമായിരുന്നു ആ കുട്ടിക്ക്. स्कूल जाने के कारण उसको യൂണിഫോം की रूप में एक अच्छा जोड़ा कपड़ा मिला. ഈ സ്കൂളിൽ പോകുന്നത് കാരണം ഒരു പുതിയ യൂണിഫോം എന്ന രൂപത്തിൽ ഒരു നല്ല ജോഡി തുണിയും കിട്ടി. കാരണം ആ കുട്ടിയുടെ ഒരു നല്ല ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ ഈ യൂണിഫോമാണ് ആ കുട്ടിയുടെ ഏറ്റവും പുതിയതും നല്ല ഡ്രസ്സും. ജോ ഷാദി പർ ഭി പെഹൻകർ ജാതാ ഥാ. അത് എവിടെ ഇട്ടിട്ടാ? സ്കൂളിൽ പോകുമ്പോഴും അത് തന്നെ ഇടും, കല്യാണത്തിന് പോകുമ്പോഴും അത് തന്നെ ഇടും, കാരണം വേറെ ഡ്രസ്സൊന്നുമില്ല. സോ ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം. പരന്തു ഘർ കി
खराब परिस्थितियों के कारण उसे स्कूल और अपने सपनों को छोड़कर पिताजी के साथ खेती मजूरी करना पड़ता है. പക്ഷേ വീട്ടിലത്തെ മോശമായ പരിസ്ഥിതി, ഖരാബ് എന്ന് പറഞ്ഞാൽ മോശമായ പരിസ്ഥിതി കാരണം ആ കുട്ടിക്ക് സ്കൂളും ആളുടെ സ്വപ്നങ്ങളും വിടേണ്ടി വരും. എന്നിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ കൃഷി ചെയ്യേണ്ടി വരും. അപ്പോൾ കുട്ടിയുടെ ജീവിതാവസ്ഥയെക്കുറിച്ചിട്ടാണ്. ആ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, നല്ലൊരു ലൈഫ് ഇഷ്ടമായിരുന്നു, സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ വീട്ടിലത്തെ സാഹചര്യം കാരണം അതൊക്കെ മറന്ന് കുട്ടിക്ക് കുട്ടിയുടെ അച്ഛൻ്റെ മാർഗം തന്നെ ഫോളോ ചെയ്യേണ്ടി വരേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇനി മിഹിറിൻ്റെ ലൈഫിലത്തെ നോക്കാം. മിഹിർ ബഹുത് ഹി അമീർ പരിവാർ സേ താ. മിഹിർ എന്താ ഭയങ്കര റിച്ച് ഫാമിലി എന്നായിരുന്നു. അമീർ എന്ന് പറഞ്ഞാൽ റിച്ച്, പരിവാർ ഫാമിലി. ഉസേ ജീവൻ കെ സഭി സുഖ സുവിധായ് ഘർ പർ ഹി ഉപലബ്ധ ഥി. ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും വീട്ടിൽ തന്നെ ആ കുട്ടിക്ക് കിട്ടിയിരുന്നു. സുഖ് സുവിധ എന്ന് പറഞ്ഞാൽ സുഖം, സുവിധ എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ വീട്ടിൽ തന്നെ കിട്ടിയിരുന്നു. ജിസ്കെ കാരൻ സ്കൂൾ മേ ജാന ഉസേ ഏക് ബോझ ലഗ്താ താ. അത് കാരണം എന്തായിരുന്നു, സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബേർഡൻ ആയിരുന്നു, വലിയൊരു തലവേദനയായിരുന്നു ആ കുട്ടിക്ക്. ബോझ എന്ന് പറഞ്ഞാൽ ബേർഡൻ. വ സ്കൂൾ ന ജാനെ കെ റോസ് നയ നയ ബഹാനെ ഢൂണ്ഡ്താ. സ്കൂളിൽ പോകാണ്ടിരിക്കാൻ എന്നും പുതിയ പുതിയ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ബഹാനെ എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ. और बारिश होने पर और स्कूल की छुट्टी होने पर घर पर खुशी से नाचता. മഴ പെയ്താൽ അല്ലെങ്കിൽ സ്കൂളിൽ ലീവായി കഴിഞ്ഞാൽ, ഹോളിഡേ ആയി കഴിഞ്ഞാൽ വീട്ടിൽ സന്തോഷത്തോടെ അവിടെ ചാടിക്കളിക്കും, അല്ലെങ്കിൽ നൃത്യമാടും. ഉസേ സ്കൂൾ യൂണിഫോം കത്തായി പസന്ദ് നഹി താ. ആ കുട്ടിക്കോ സ്കൂൾ യൂണിഫോം തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. മോർപാലിന് എന്തായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡ്രസ്സായിരുന്നു സ്കൂൾ യൂണിഫോം. പക്ഷേ മിഹിറിന് എന്തായിരുന്നു, സ്കൂൾ യൂണിഫോം തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കത്തായി പസന്ദ് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ല. ക്യോങ്കി ഉസ്കെ പാസ് അപ്നി പസന്ദീദ കപ്പടെ ഥേ. എന്തു കാരണമായിരുന്നു, ആ കുട്ടിയുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, ഫേവറേറ്റ് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ജോ ഉസ്നെ ഷെഹർ കെ ബഡേ ബാസാർ സെ ഖരീദേ ഥേ. ഷെഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗണിൽ പോയിട്ട് വലിയ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പസന്ദീദ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട, കപ്പടെ തുണി, ബാസാർ മാർക്കറ്റ്. സ്കൂൾ മേ സിർഫ് ഉസേ മോർപാൽ കാ ഛാച്ച് പസന്ദ് താ. സ്കൂളിൽ എന്തായിരുന്നു കുട്ടിക്ക് ഇഷ്ടം, ഛാച്ച് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, മോർപാൽ കൊണ്ടുവരുന്ന മോര്. പരന്തു ആകെ ജാക്കർ വ അപ്നെ ജീവൻ മേ ഉच्च ശിക്ഷ പ്രാപ്ത് കർ. പക്ഷെ എന്താണ് സംഭവിക്കുക, ഇയാൾ നമ്മുടെ റൈറ്ററിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ട് ഹയർ എഡ്യൂക്കേഷൻ, ഉച്ചശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഹയർ എഡ്യൂക്കേഷൻ പ്രാപ്ത് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കും, പ്രാപ്ത് എന്ന് പറഞ്ഞാൽ നേടുക, പിന്നെ ऊंचे पद पर पहुंच जाता है. परंतु आगे जाकर वह अपने जीवन में उच्च शिक्षा प्राप्त कर ऊंचे पद पर पहुंच जाता है. ऊंचे पद पर पहुंच जाता है എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ലെവലിലേക്ക്, നല്ലൊരു നിലയിലേക്ക്, ജീവിതത്തിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു കുട്ടി, സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, ഒന്നും ഇഷ്ടമില്ല, പഠിക്കാൻ വലിയ താല്പര്യമില്ല, ആ കുട്ടിയുടെ ജീവിതം അത്രയും നല്ലൊരു സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുള്ള കാരണം ആ കുട്ടി പഠിച്ച് നല്ല ലെവലിലെത്തും. ബാക്കി മോർപാലിൻ്റെ കാര്യം എന്താവും, വീട്ടിലത്തെ പരിസ്ഥിതി മോശമായ കാരണം അവന് എവിടെ എത്തിപ്പെടാൻ കഴിയില്ല. അടുത്തതാണ് പഠി ഡയറി ലിഖേ. ഡയറി എഴുതാനാണ് പറയുന്നത്. वह तय करता है कि वह अपनी चिट्ठी सीधे अपने हमनाम डॉक्टर कलाम को दिल्ली जाकर खुद देगा और वह अकेला ही निकल पड़ता है. रास्ते में मुश्किलें हैं, लेकिन कथा के अंत में कलाम को अपनी मंजिल मिलती है. എന്തായിരുന്നു ആ കുട്ടി തീരുമാനിക്കും, തയ കർത്ത എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കും, എന്ത്, അപ്നി ചിട്ടി സീധേ അപ്നെ ഹംനാം കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേഗ. സ്വന്തം പേര് എന്താണ്, ആ കുട്ടിയും കലാം എന്നല്ലേ പേരിട്ടുള്ളത്, അപ്പോൾ ആ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഡോക്ടർ കലാമിനെ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് ആ ലെറ്റർ കൊടുക്കും എന്നാണ് തീരുമാനിക്കുക. ചിട്ടി എന്ന് പറഞ്ഞാൽ ലെറ്റർ. ഓർ വഹ് അഖീല ഹി നിക്കൽ പടുത്തവൻ തനിച്ച് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകും, ഈ നാട് വിട്ടിട്ട് പോകും. രാസ്തേ മേ മുഷ്കിലേ ഹേ. വഴിയിൽ പോകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ലേക്കിൻ കഥാ കെ അന്ത് മേ കലാം കോ അപ്നി മൻസിൽ മിൽത്തി ഹെ. ആ സ്റ്റോറിയുടെ അവസാനം കലാമിൻ്റെ ലക്ഷ്യം നേടിയെത്തും. ഫിലിം കെ അന്ത് മേ ചോട്ടു ഉർഫ് കലാം കാ സപ്ന സാക്കാർ ഹോത്താ ഹെ. ഫിലിമിൻ്റെ അവസാനം കലാമിൻ്റെ അല്ലെങ്കിൽ ചോട്ടു ആ കുട്ടിയുടെ സ്വപ്നം സക്സസ് ആവും. അത് അപ്നി സഫലത കി ബാത് വഹ് അപ്നി ഡയറി മേ ലിഖ്താ ഹെ. ആ ഒരു സക്സസ് ആ കുട്ടി ഒരു ഡയറിയുടെ രൂപത്തിലാണ് എഴുതുന്നത്.
അപ്പോൾ ആ ഡയറി എഴുതാനാണ് നമ്മളോട് പറയുന്നത്. സംഭവിത് ഡയറി ലിഖി. 12 सितंबर 2020, 12 सितंबर 2020, डेट എഴുതണം, डे എഴുതണം, शनिवार सैटरडे. आज मेरे जीवन का एक बहुत ही महत्वपूर्ण दिन है. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. महत्वपूर्ण എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട. इस दिन को हासिल करना मेरे जीवन का सबसे बड़ा लक्ष्य था. ഈ ഒരു ദിവസം അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. ഹാസിൽ എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക, ലക്ഷ്യം. और मैं खुश हूँ कि मैं अपने लक्ष्य तक पहुँच गया. ഞാൻ വളരെയധികം സന്തോഷമാണ്, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. आज मुझे यकीन हुआ कि कड़ी परिश्रम करे तो जीवन में कुछ भी पाया जा सकता है. എന്ന് എനിക്ക് വിശ്വാസമായി. യക്കീൻ ഹുവ എന്ന് പറഞ്ഞാൽ വിശ്വാസമായി. കടി പരിശ്രം, ഹാർഡ് വർക്ക് ചെയ്താൽ ജീവിതത്തിൽ എന്തും നമുക്ക് നേടാം. ജീവൻ മേ കുച്ച് ഭി പായ ജാ സക്താ ഹൈ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തും നേടാം. ആജ് മേരാ സ്കൂൾ മേ പെഹ്ലാ ദിൻ താ. എൻ്റെ സ്കൂളിൽ ആദ്യത്തെ ദിവസമായിരുന്നു. अपने मित्र रणविजय के साथ वो स्कूल में पढ़ना मेरा सपना था. എൻ്റെ ഫ്രണ്ട് रणविजयൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുക അതെൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. और आज वह पूरा हुआ. ഇന്നത് ഫുൾഫില്ലായി, അതെനിക്കത് നേടാൻ പറ്റി. राणा साहब के द्वारा चोरी का इल्ज़ाम लगाने पर भी मैंने अपने दोस्त का साथ नहीं छोड़ा. റാണ സാഹബ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു മോഷണ കുറ്റത്തിൻ്റെ ഒരു ആരോപണമാണല്ലോ ഈ കുട്ടിയുടെ മുകളിലിട്ടുണ്ടായിരുന്നു. അതായപ്പോൾ പോലും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൈവിട്ടില്ല, ഞാൻ ആളെ വിട്ടിട്ടില്ല, ആളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓർ അപ്നി ദോസ്തി നിഭായി. ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്തായാലും അത് കൊണ്ട് നടന്നു, ആളെ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ജബ് गांव से अपनी मंजिल ढूंढकर निकला तब इसी उम्मीद से निकला था कि कितनी भी मुसीबतों का सामना करना पड़े मैं हार नहीं मानूंगा. जब गांव से अपनी मंजिल ढूंढकर निकला, ഞാൻ നാട് വിട്ടിട്ട് എൻ്റെ ലക്ഷ്യം നേടി ഇറങ്ങിയപ്പോൾ, മൻസിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, തബ് ഇസി ഉമ്മീദ് സെ നിക്കല, ഈ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. കി കിത്തനി ഭി മുസീബത്തോं का सामना करना पड़े, എത്ര പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും, മുസീബത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും, ഹാർ നഹി മാനൂക, ഞാൻ തോൽവി സമ്മതിക്കില്ല. अगर लूसी मैडम नहीं होती तो यह सफ़र तय करना और भी मुश्किल हो जाता. ലൂസി മാഡം ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ ഒരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിനേക്കാൾ ബുദ്ധിമുട്ടായേനെ. ആജ് മേരി ബേഗുനാഹി പൂരെ ഗാവ് മേ സാബിത് ഹോ ഗയി. എൻ്റെ നിരപരാധിത്വം ഈ ഫുൾ നാട്ടിൽ അത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബേഗുനാഹി എന്ന് പറഞ്ഞാൽ നിരപരാധിത്വം. ആജ് ഭി रणविजय और मेरी दोस्ती पहले जैसी ही गहरी है. എൻ്റെയും रणविजयൻ്റെയും ഫ്രണ്ട്ഷിപ്പ് ഇന്നും പണ്ടത്തെ പോലെ തന്നെ ഡീപ്പാണ്. ഗഹരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പാണ്, ആഴമുള്ളതാണ്. അബ് തോ റാണാജി ഭി ഹമാരി ദോസ്തി സെ ഖുഷ് ഹൈ. ഇപ്പോൾ റാണാജി പോലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് വളരെയധികം സന്തോഷമാണ്. वो रणविजय को मेरे जैसा बनाना चाहते हैं. ആൾ रणविजयനെ എൻ്റെ പോലെ ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. मुझे पूरा विश्वास है मैं राष्ट्रपति कलाम जैसा सफल बनूंगा. कि പൂർണ്ണമായ വിശ്വാസമുണ്ട് ഞാൻ പ്രസിഡന്റ് കലാമിനെ പോലെ തന്നെ വളരെയധികം സക്സസ്ഫുൾ ആകുമെന്ന്. അടുത്തത് हम शब्द सर्वनाम के रूप में जाना जाता है. हम എന്ന വാക്ക് സർവനാം പ്രൊനൗണിൻ്റെ രൂപത്തിലാണ് അറിയപ്പെടുന്നത്. मगर हम पूर्व प्रत्यय के रूप में विभिन्न प्रसंगों के में विशेष प्रकार का अर्थ पैदा करता है. പക്ഷെ ഹം പ്രത്യയമായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് വേറെ അർത്ഥമായിട്ടാണ് നമ്മൾക്ക് കിട്ടുക. नीचे दिए आरेख का विश्लेषण करें. हम से जुड़े अन्य पदों को ढूंढ निकालें और റിക്ത സ്ഥാനോं पर പൂർത്തി കരേം. ഒരു രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ഹം, ഉമ്ര, ഹംനാം. അങ്ങനെ തന്നെ ഹം വെച്ച് തുടങ്ങുന്ന വേറെ വാക്കുകളും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്നിട്ട് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ആൻസർ ഒന്ന് നോക്കാം. ഏതാ അവർ തന്നിട്ടുള്ളത്? ഹം ഉമ്ര എന്ന് പറഞ്ഞാൽ സെയിം ഏജ്. ഹം കദം സാത്ത് കദം മിലാക്കർ ചലനെ വാല, നമ്മുടെ കൂടെ തന്നെ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. കഥം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ്, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാർ. ഹം വത്തൻ ഏക് ഹി ദേശ് കെ നിവാസി, നമ്മൾ ഒരേ രാജ്യത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഹം വത്തൻ. ഹം സഫർ
एक साथ यात्रा करने वाला, ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാർ. हम जोली हमेशा एक साथ रहते हो, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടെ ഉള്ള വ്യക്തികളെയാണ് ഹം ജോലി എന്ന് പറയാം. हम नाम समान नाम वाला, सेम नेम. हम शक्ल एक ही शक्ल वाला, सेम फेस ഉള്ള ആൾക്കാർ. ഒരേ രൂപം. हम नवा സമാൻ സോച്ച് വാലെ, സെയിം തിങ്കിങ്, രണ്ടാളുടെയും തിങ്കിങ് വിചാരങ്ങൾ ഒരുപോലത്തെ, അവരെയാണ് ഈ ഹം നവ എന്ന് പറയുന്നത്. പഠേ वो अपनी चिट्ठी कलाम को दिल्ली जाकर खुद देगा. लूसी मैडम वादा करती है कि वे उसे अपने साथ दिल्ली लेकर जाएगी. रेखांकित शब्दों पर ध्यान दें, चर्चा करें. रेखांकित शब्द क्रिया के किस समय के होने की सूचना देती है. इन वाक्यों में क्रिया की अनुवृत्ति किन शब्दों से है. ഈ രണ്ട് വാക്കുകൾ വായിച്ചാൽ നമ്മൾക്ക് സെൻറ്റൻസ് വായിക്കുമ്പം എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേഖാങ്കിത് ശബ്ദ് ക്രിയയ്ക്ക് കിസ് സമയക്ക് ഹോനേക്ക് സൂചന ദേത്തി ഹെ. എപ്പോൾ ഈ ഏത് ടൈമിലത്തെ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങളാണോ, നടക്കുന്ന കാര്യങ്ങളാണോ, അതോ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണോ. ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ വ അപ്നി ചിട്ടി കലാം കു ദില്ലി ജാക്കർ ഖുദ് ദേഗാ. അവനവൻ്റെ ലെറ്റർ കലാമിനെ ഡൽഹിക്ക് പോയിട്ട് കൊടുക്കും. കൊടുത്തിട്ടില്ല, കൊടുക്കുന്നില്ല, കൊടുക്കും എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്, ഭവിഷ്യം, ഫ്യൂച്ചർ. ലൂസി മാഡം വാദാ കർത്തി ഹെ കി വേ ഉസെ അപ്നെ സാത്ത് ദില്ലി ലേക്കർ ജായേഗി. എന്നാൽ ലൂസി മാഡം പ്രോമിസ് ചെയ്യും അവരുടെ കൂടെ കലാമിനെ ദില്ലിയിലേക്ക് കൊണ്ടുപോകും. പോയിട്ടില്ലല്ലോ, പോകാനും ഇപ്പോൾ പോകുന്നുമില്ല, പോകാൻ കൊണ്ടുപോകുമെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു ഭാവിയിൽ നടക്കുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഇത് നമ്മളെ ഏത് സമയത്തെക്കുറിച്ചാണ് ഇതിൽ നമ്മൾക്ക് പറഞ്ഞിരുന്നത്. ഭവിഷ്യകാലിനെ കുറിച്ചിട്ടാണ് ഇവിടെ ക്രിയ നമ്മൾക്ക് അവിടെ പറയുന്നത്. ഏത് സമയത്തെക്കുറിച്ചാണ്? ഭവിഷ്യകാൽ. ആൻസർ എന്താണ്? രേഖാങ്കിത് ശബ്ദ് ക്രിയ കി ഭവിഷ്യകാൽ മേ ഹോനെ കി സൂചന ദേത്തി ഹെ. ഈ ശബ്ദ ഈ സെൻറ്റൻസ് നമ്മൾക്ക് ക്രിയയുടെ ഭവിഷ്യകാലിനെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ദേഗ, ജായികി അങ്ങനത്തെ വാക്കുകളൊക്കെ. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഇൻ വാക്യുമേ ക്രിയ കി അന്വതി. ക്രിയ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയുന്നത്? ദേഗ വഹ് ജായികി വേ ശബ്ദ സേ ഹെ. ക്രിയയുടെ കണക്ഷൻ അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നത് ദേഗ വഹ് ജായികി വേ ശബ്ദോं से है. അർത്ഥാത് ക്രിയ കർത്ത കെ സാത്ത് സംബന്ധിത് ഹെ. എന്തായിട്ടാണ് കണക്റ്റഡ്? കർത്ത. എന്തുകൊണ്ടാണ് കർത്തയായിട്ട് കണക്റ്റഡ്? എന്തായിരുന്നു അതിൽ വരുന്ന ചോദ്യം? വഹ് അപ്നി ചിട്ടി കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേഗ. ആരെ? വഹ്. ആരാണ്? വഹ് ദേഗ. അങ്ങനെ തന്നെ ലൂസി മാഡം വാദാ കർത്തി ഹെ കി വേ ഉസെ അപ്നെ സാത്ത് ലേക്കർ ജായേഗി. കോൺ? വേ ഉസെ അപ്നെ സാത്ത് ലേക്കർ ജായേഗി. അപ്പം വഹ് ദേഗ, വഹ് ചിട്ടി ദേഗ, വേ ലേക്കർ ജായേഗി. അപ്പോൾ അത് സംബന്ധിത്ത് വേർഡ്സ് എന്താണ്? വഹും വേയും. അപ്പോൾ അത് എന്തായിട്ടാണ് സംബന്ധിത്താകുന്നത്? കർത്ത സേ സംബന്ധിത് ഹെ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ കുട്ടികളെ? അടുത്തതും ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. പഠി मैं स्कूल जाने से रोया करता, पानी भर जाने से छुट्टी हो जाया करती. क्रिया रूपों की विशेषता पर चर्चा करें. रेखांकित क्रिया रूपों से क्रिया के होने से संबंधित कौन सा आशय मिलता है. इस प्रकार के अन्य वाक्य चुनकर लिखें. अगेन നമുക്ക് ഈ വാക്കിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? मैं स्कूल जाने से रोया करता था. സ്കൂളിൽ പോകുന്നത് ആലോചിച്ചിട്ട് ഞാൻ കരഞ്ഞിരുന്നു. പാനി ഭർ ജാനെ സെ ഛുട്ടി ഹോ ജായ കർത്തി ഥി. വെള്ളം നിറയുന്നത് കാരണം ഹോളിഡേ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അപ്പോൾ ഇത് നടക്കുന്ന കാര്യങ്ങളല്ല, നടക്കാൻ പോകുന്നതല്ല, നടന്നിരുന്ന കാര്യങ്ങളാണ്. ബട്ട് ദാറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എപ്പോഴും ഒരു നോർമലായിട്ട് നിരന്തരമായിട്ട് നടന്നിരുന്നൊരു കാര്യമാണ്. സ്കൂളിൽ പോകാൻ എപ്പോഴും എനിക്ക് മടിയായിരുന്നു, ഞാൻ എന്നും കരഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഡെയിലി സംഭവിക്കുന്ന കാര്യം. അങ്ങനെ തന്നെ ജായ കർത്തി, വെള്ളം നിറഞ്ഞാൽ എപ്പോഴും അവിടെ ലീവാണ്, അതൊരു എന്നും സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് എ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ നമ്മൾ പാസ്റ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ അവർ പറയുന്നത്. ആൻസർ എന്താണ്? ഇൻ ക്രിയാരൂപോं से हमें बताए गए कार्य भूतकाल में होने का आशय मिलता है. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴാണ്?
പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടാണ് നമ്മൾക്കിത് മനസ്സിലാകുന്നത്. मैं यह हमें निरंतर होने वाले क्रियारूपों के बारे में बताते हैं. ഡെയിലി സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പാസ്റ്റിൽ പറയുന്നത്. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ജैसे रोया करता, छुट्टी हो जाए, जाया करते, ഇതൊക്കെ ഈ വേർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇൻ പ്രകാരക്ക് അന്യ വാക്യ ചുൻകർ ലിഖിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ തന്നെ സെയിം സെൻറ്റൻസസ് നമുക്ക് ചാപ്റ്ററിൽ നിന്ന് കണ്ടെത്തണം. ലാസ്റ്റ് ആൻസർ എന്താണ്? मैं स्कूल जाने से रोया करता, रोज़ नए बहाने बनाया करता, मैं घर पर नाचा करता, रविवार की छुट्टी का दिन उनके लिए हफ्ते का बुरा दिन हुआ करता. സോ ഇതൊക്കെ പാസ്റ്റിൽ കണ്ടിന്യൂസ്ലി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്ററും അതിൻ്റെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസും ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് റിവ്യൂ ചെയ്തിട്ട് റിപ്ലൈ ചെയ്യുന്നതാകും. അപ്പോൾ ചാപ്റ്ററും ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസും നന്നായി കണ്ടുപഠിക്കുക. അടുത്ത സെഷനിൽ നമ്മൾക്ക് ഒരു മോഡൽ പേപ്പറുമായിട്ട് തിരിച്ച് കണ്ടുമുട്ടാം. ആ മോഡൽ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നമ്മൾക്ക് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ചാപ്റ്റർ കുറച്ചും കൂടി നമുക്ക് ഡെപ്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.